നന്നായി പ്രാക്ടീസ് ചെയ്തല്ലോ അല്ലേ? ഇരുന്നോളൂ. ബോർഡിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിനക്ക് 10 മിനിറ്റ് ആണ് സമയം. ഓക്കേ സർ. ഡു ഇറ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Your time is over. ഒരു 5 minutes കൊടുത്താ സർ. Can you say same in exam hall? Your answers are right. But 6 ചോദ്യത്തിനെ ആൻസർ എഴുതിയിട്ടുള്ളൂ. സാരല്ല. ചായ കുടിക്കുക. ഈ 3 ദിവസങ്ങളിൽ എന്ത് മനസ്സിലാക്കി? ഫസ്റ്റ് ഡേ മൈ പർപ്പസ് വാസ് ടു മേക്ക് കോൺസെൻട്രേറ്റ്. Next day it was to make you understand the subject. Understand. Third day it was to make you practice. See now, ഇന്ന് നിന്നെ കൊണ്ട് 10 മിനിറ്റിനുള്ളിൽ 6 ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയും നന്നായിട്ട് മനസ്സിലാക്കി കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്താ യു ക്യാൻ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻ വിത്തിൻ ദ ഗിവൻ ടൈം. IIT എൻട്രൻസ് ഇത്രേ ഉള്ളൂന്നേ. എത്ര പേര് എഴുതുന്നുണ്ട്, അതിൽ എത്ര പേര് പാസ്സാവുന്നുണ്ട്, അതിനെപ്പറ്റി യു ഡോണ്ട് വറി. ഇൻ ദി എക്സാം ഹാൾ നിന്റെ കയ്യിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ 90 ക്വസ്റ്റ്യൻസ്. നിനക്ക് 180 മിനിറ്റ്സ് ടൈം. ഒരു ചോദ്യത്തിന് 2 മിനിറ്റ്. അതിൽ നീ എത്ര ചോദ്യത്തിന് ശരിയായി ആൻസർ ചെയ്യാൻ പോകുന്നു എന്നതാണ് പ്രധാനം. എല്ലാ ചോദ്യങ്ങളും നിന്റെ സബ്ജക്റ്റിൽ നിന്ന് മാത്രമേ ചോദിക്കൂ. എന്നാൽ നീ ABCD അല്ലേന്ന് വെച്ച് ഇതിനെ ഗൗരവത്തോടെ സമീപിക്കാതിരിക്കാതെ എല്ലാ പാഠങ്ങളും നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കണം. പഠിച്ചത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്നായിരിക്കും നിന്റെ ചോദ്യം. ഓൺലി എക്സാംസ്, സ്റ്റേജ് ബൈ സ്റ്റേജ്, ചാപ്റ്റർ ബൈ ചാപ്റ്റർ. എവറി ഓൾട്ടർനേറ്റ് ഡേ യു ഹാവ് യു എക്സാംസ്. One day exam, next day I will clear your doubts. Approximately നിന്റെ എൻട്രൻസ് എക്സാമിന് ഇനി 300 ഡേയ്സ് കൂടി ബാക്കിയുണ്ട്. അതിനു മുന്നേ നീ ഇവിടെ വെച്ച് 150 ടൈംസ് എക്സാംസ് എഴുതിയിട്ടുണ്ടാവും. നീ എഴുതാൻ പോകുന്ന എൻട്രൻസ് യുവർ 150 ഫസ്റ്റ് എക്സാം. അപ്പോൾ നിനക്ക് ഭയം ഉണ്ടാവില്ല. യു വിൽ ബി കോൺഫിഡൻറ്റ്. യു ക്യാൻ ഡു ഇറ്റ് വിത്തിൻ ദ ടൈം. യു ഗെറ്റ് വാട്ട് ഐ എം സേയിങ്? Yes sir. Now I am going to give you a mantra to succeed. നീ എന്തിലാണ് ചായ കുടിച്ചത്? കപ്പില്. So to taste your tea you need a cup, right? So to taste your success, here's your cup. This cup is going to be your mantra. See, concentrate in your class. You understand the subject. P, practice every day. Never ever forget this mantra. From tomorrow, your exam starts here. You can go now. Sir, ഞാൻ ഈ കപ്പ് എടുത്തോട്ടെ. സോറി, ഈ മന്ത്രത്തെ. Sure. രാത്രി പുതുപ്പൂക്ക
Excuse me, women. Please maintain discipline. This JEE advanced examination. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയൊരു ഡൗട്ട് സർ. ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്നാണോ ഡൗട്ട്? സാർ, ഹലോ, കമല അടുത്തുണ്ടോ? അടുത്ത് തന്നെ ഉണ്ട്. ദാ കൊടുക്കാം. മോളെ, നമ്പി സാർ ലൈനിലുണ്ട്. ഓ, സാർ പരീക്ഷയുടെ കാര്യം ചോദിക്കുമ്പോൾ നന്നായി എഴുതിയെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? ഹലോ സർ, ഞാൻ കമലയാ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു മോളെ? സർ, എക്സാം ഞാൻ നന്നായിട്ട് എഴുതി. 3/4 ക്വസ്റ്റ്യൻസ് സർ എന്നെ പഠിപ്പിച്ചത് തന്നെയാ വന്നത്. ഫിസിക്സ് ഇൻ ഇലക്ട്രോ മാഗ്നറ്റിസം, വേവ് ഓപ്റ്റിക്സ്, കെമിസ്ട്രി ഇൻ ഐസോമെർസിയം, നെയിം തിയറി, മാത്തമാറ്റിക്സ് ഇൻ. Okay, relax. നീ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാ 1000 റാങ്കിനുള്ളിൽ വരികയാണെങ്കിൽ മദ്രാസ് IITയിൽ നല്ല കോഴ്സിന് ചേരാം. റിസൾട്ട് വരുന്നത് വരെ ഒന്നിനെയും പറ്റി ചിന്തിക്കാതെ ഗോ ചിൽ ഔട്ട്. ഓക്കെ? ശരി സർ. ദാ പിടി. എന്താടി ആകെ ഡള്ളായിരിക്കുന്നേ? എക്സാം നന്നായി എഴുതിയില്ലേ? അതൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ശരിക്ക് എഴുതിയില്ലെങ്കിൽ എന്താ? അവൾക്കോ വിവരമില്ല. ജോലിയുള്ള നീ എന്തിനാ ഇതിന്റെ പുറകെ നടക്കുന്നത്? ശ്രീ മഹാഗണപതായ നമഃ. ഓം ഏകദന്തായ വിദ്മഹി വക്രദന്തായ ധീമഹി. എന്താടി നാളെ റിസൾട്ട് ആണോ? മതിയേടി, ഗണപതിക്ക് ജലദോഷം വരും. ഏയ്, അപശകുനം ഒരൊന്നും പറയരുത്. മര്യാദയ്ക്ക് പോയിക്കേ. ഓൾ ദി ബെസ്റ്റ്. Wow, amazing. ലക്ഷ്മി, സാറേ, എന്താ സാറേ, എന്തു പറ്റി? നമ്മുടെ കമലേ നല്ല റാങ്കോട് കൂടി പാസ്സായി. ആ? 232ാമത്തെ റാങ്കാ. 232 അല്ലേ? അതിന് 1ാം റാങ്ക് കിട്ടിയ പോലെ ഇത്ര സന്തോഷിക്കണോ? മണ്ടി. ഓൾ ഇന്ത്യ ലെവലില് IIT എൻട്രൻസിൽ 232ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ എത്ര വലിയ കാര്യമാണെന്ന് അറിയാമോ? ഇതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല.